സംസ്കൃതം പദ്യം ചൊല്ലൽ, സംസ്കൃത ഗാനാലാപനം എന്നിവയ്ക്ക് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനവും കന്നഡ പദ്യം ചൊല്ലലിന് തേർഡ് എ ഗ്രേഡും നേടിയ പയ്യന്നൂർ AABTMHSലെ ശ്രീരാഗാറിനെയാണ് കലാപ്രതിഭയായി തിരഞ്ഞെടുത്തത്. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നീ മത്സരങ്ങളിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ സെന്റ് തെരാസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവിക സജീവിനെ കലാതിലകമായും തിരഞ്ഞെടുത്തു. ഇരുവരും 10,100 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം നടൻ മധുവിൽ നിന്നും ഏറ്റുവാങ്ങി. കലാപ്രതിഭ തിലകം പുരസ്കാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കലാതിലകത്തിൻ്റെയും കലാപ്രതിഭയുടെയും കാര്യം അത് ഏതിനും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും. ഇന്ന സ്ഥലത്ത് നമുക്ക് എത്തണം എന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും അതെ എത്തണം എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ ആഗ്രഹിക്കാനും കൂടുതൽ നേടാനും സാധിക്കുള്ളൂ. അതിനാണ് ഈ ഒന്നാമൻ. പ്രായം 15-ൽ താഴെയാണെങ്കിലും ശ്രീരാഗനും ദേവിയയ്ക്കും തങ്ങളുടെ കലാപരമായ ഉണർവിനെ കുറിച്ച് സർക്കാരിനെ ചിലത് ധരിപ്പിക്കാനുണ്ട്. അത് തീർച്ചയായും ഇത്രയധികം ഒരു വർഷത്തെ അല്ല, ഒരുപാട് വർഷത്തെ പ്രയത്നം, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ എഫേർട്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് ഒരു മത്സരത്തിൽ വിജയിക്കുന്നതും അതിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്നതും. അപ്പോൾ അതിന് കലാതിലകം കലാപ്രതിഭ പട്ടം കൊടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകാൻ പറ്റും. അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ കലാതിലക പട്ടങ്ങൾ ഒരു ഇൻസ്പിറേഷനാണ്. ഇനിയുള്ള മത്സരങ്ങൾ കൂടി നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ കുട്ടികളിൽ നല്ലൊരു ഇൻസ്പിറേഷനാണ് കലാതിലകം കലാപ്രതിഭ. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.